Elegimos un presidente y nos parece In our que democracies, we un elect a candidato a president, rey and it's like we're choosing a king with a court, con una with a red carpet and a big house. ചില മനുഷ്യർക്ക് ചില നിയോഗങ്ങളുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങളുടെ സ്നേഹപാത്രമാവുക. അങ്ങനെ ഒരാളായിരുന്നു ഹോസെ മുഹിക്ക. രാജ്യത്തെ സമ്പന്നമാക്കിയ ദരിദ്രനായ രാഷ്ട്രപതി എന്നാണ് അദ്ദേഹത്തെ ലോകം വിശേഷിപ്പിച്ചത്. 5 വർഷത്തെ തൻ്റെ ഭരണം കൊണ്ട് ഉറുഗ്വയെ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ അദ്ദേഹം എത്തിച്ചു. തൊഴിലവസരങ്ങളും കൃഷിയും വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ജീവിതം ഉന്മേഷകരമാക്കി. വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നതിനു വേണ്ടി വലിയ വലിയ ശ്രമങ്ങൾ നടത്തി. ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൻ മുന്നേറ്റമുണ്ടായി. അത് ഹോസെ എന്ന വ്യക്തിയുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. തെക്കേ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വെ ഇന്നത്തെ ഈ നിലയിലെത്തിയത് ഈ ഒരു മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ്. 2010 മുതൽ 2015 വരെ രാഷ്ട്രപതിയായിരുന്ന ഹോസെ മുഹിക്ക തൻ്റെ ജീവിതം രാജ്യത്തിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും സമർപ്പിക്കുകയായിരുന്നു. ഒരു സാധാരണക്കാരനായി ജീവിക്കാനാണ് അദ്ദേഹം എന്നും ആഗ്രഹിച്ചത്. രാഷ്ട്രപതി ഭവനിൽ താമസിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. തൻ്റെ ഭാര്യയ്ക്കും കാലില്ലാത്ത ഒരു വളർത്തുനായ്ക്കുമൊപ്പം 2 മുറികളുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും ശേഷവും അദ്ദേഹം ഈ വീട്ടിൽ തന്നെ താമസിച്ചു, ലളിതമായി ജീവിച്ചു. രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് സമ്പന്നമായ ഒരു രാജ്യത്തെ ദരിദ്രനായ രാഷ്ട്രപതി എന്നാണ്. തൻ്റെ രാജ്യത്തെ രാഷ്ട്രപതിയുടെ ശമ്പളം കേട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. $13,300. തനിക്ക് ജീവിക്കാൻ ഇത്രയും തുക ആവശ്യമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം സ്വന്തമായി എടുത്ത $1,300 $775 വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നടന്നിരുന്ന അനാഥാലയത്തിന് നൽകി. ബാക്കി തുച്ഛമായ സംഖ്യ കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. സ്വന്തം കാറിൽ സ്വയം ഡ്രൈവ് ചെയ്താണ് അദ്ദേഹം ഓഫീസിൽ പോയിരുന്നത്. യാതൊരുവിധ അധികാരനാഢ്യങ്ങളുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കാനാണ് ഹോസെ എന്നും ശ്രമിച്ചതും. പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അദ്ദേഹം വീട്ടുജോലിക്കായി ആരെയും നിയമിച്ചില്ല. സ്വന്തം പൂന്തോട്ടം നനയ്ക്കുന്നതും വസ്ത്രം കഴുകുന്നതുമൊക്കെ സ്വയം. 2 പോലീസുകാരെ മാത്രമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അവർക്കുള്ള ഭക്ഷണം അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നൽകി. ഇങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത്. ഹോസെയും ഭാര്യയും കൂടി നടത്തിയിരുന്ന പൂക്കളുടെ കൃഷി അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോഴും മുടക്കിയില്ല. ഒഴിവു സമയത്ത് അദ്ദേഹം കൃഷിക്ക് വേണ്ടി സമയം കണ്ടെത്തി. താൻ ഒരു സാധാരണ പൗരനാണെന്നും എല്ലാ ജോലികളും മറ്റുള്ളവരെ പോലെ താനും നിർവഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റുള്ളവരെ ബാല്യക്കാരായി കണ്ടില്ല. താൻ മറ്റുള്ള ജനങ്ങളെപ്പോലെ സാധാരണക്കാരനാണെന്ന് എപ്പോഴും അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് സന്ദേശം നൽകിക്കൊണ്ടിരുന്നു. ജനങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ തനിക്കെങ്ങനെ ആഡംബര ജീവിതം നയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. ഹോസെ മുജിക്കയുടെ ദീർഘദൃഷ്ടിയും അർപ്പണബോധവും സർവോപരി രാജ്യസ്നേഹവുമാണ് ഉറുഗ്വെ എന്ന രാജ്യത്തെ വികസനത്തിൻ്റെയും വിജയത്തിൻ്റെയും മുന്നിലെത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പുതിയൊരു സന്ദേശത്തിനായി അദ്ദേഹം മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം പുതിയൊരു സന്ദേശമായിരുന്നു ജനങ്ങൾക്ക്. അധികാരത്തിൽ തുടരാനുള്ള എല്ലാ സാധ്യതയും നിർബന്ധവും ഉണ്ടായിട്ടും 2015 അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തത് തൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഇടമുള്ള ഒരു ജനതയായിട്ടാണ്. രാജ്യം ഉയർച്ചയുടെ വഴിയിലാണ്. യുവതലമുറയിൽ എനിക്ക് അതിയായ പ്രതീക്ഷയുണ്ട്. അവർ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റും. എൻ്റെ 3 കാലുള്ള മാനുവലിനും വയസ്സായ ബീട്ടലിനും എന്നെ ആവശ്യമുണ്ട്. അവർക്കൊപ്പം എനിക്കിനി ബാക്കിക്കാലം ചിലവഴിക്കണം. ഇതായിരുന്നു ഹോസെയുടെ ആ പ്രസംഗം. മാനുവൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലില്ലാത്ത കൃത്രിമക്കാലുള്ള നായയാണ്. ബീട്ടൽ തൻ്റെ ഫോക്സ്വാഗൻ കാറും. ഉറുഗ്വെ എന്ന സാധാരണ രാജ്യത്തെ ഇന്ന് ലോകമറിയുന്ന രാജ്യമാക്കിയത് ഹോസെയുടെ പ്രയത്നഫലമായാണ്. അദ്ദേഹത്തിൻ്റെ വിടപറയിൽ ഒരു രാജ്യത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. ഹോസെയുടെ ജീവിതം യഥാർത്ഥത്തിൽ ലോകത്തെ എല്ലാ നേതാക്കൾക്കും അധികാരികൾക്കും ഒരു പാഠമാണ്. പക്ഷേ അതൊന്നും പാഠമാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.